നമസ്കാരം. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി സഖ്യമായ INDA എന്ന മുന്നണിയുടെ ഭാഗമാകാതിരുന്നതിന്റെ കാരണം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് AUDF തലവനും MP-യുമായ മൗലാന ബറാദുദ്ദീൻ അജ്മൽ. പ്രതികൂല സാഹചര്യവും അതിനോടൊപ്പം ഹിന്ദു വോട്ടുകളിലെ സ്വാധീനവും ഭയന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ സഖ്യത്തിൽ തൊപ്പിയും താടിയുമുള്ള ആളെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. ഇത് തന്നോട് നേരിട്ട് പറഞ്ഞു എന്നുകൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ പുതിയ സഖ്യത്തിന്റെ അമരക്കാരനായ ശരത് പവാറിനോടും നിതീഷ് കുമാറിനോടും ഒക്കെ താൻ ആദ്യഘട്ടത്തിൽ സംസാരിച്ചതാണ്. ആ സമയത്ത് അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾ ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നതിനോട് വലിയ താല്പര്യമില്ല, കാരണം ഈ തൊപ്പിയും താടിയും ഒക്കെയുള്ള നിങ്ങൾ ഈ സഖ്യത്തിന്റെ ഭാഗമായാൽ അത് ഞങ്ങളെ പ്രതികൂലമായി ബാധിക്കും, താടിയും തൊപ്പിയും ഒന്നും ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായി കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് തീർച്ചയായും തന്നെ ആവശ്യം വരും എന്നാണ് മൗലാന ബദറുദ്ദീൻ അജ്മൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അസമിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ കൂടിയാണ് ഈ ബദറുദ്ദീൻ അജ്മൽ എന്ന് പറയുന്നത്. അസമിൽ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ഈ ദുബ്രിയിൽ നിന്നുള്ള 3 തവണ MP-യും ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അല്ലെങ്കിൽ IADF-ന്റെ തലവനുമായ മൗലാന ബദറുദ്ദീൻ അജ്മൽ. ഇദ്ദേഹം INDA മുന്നണിയുടെ ഭാഗമല്ലാതിരുന്നതിന്റെ കാരണമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തിനധികം UPA സർക്കാരിന്റെ കാലത്ത് പോലും അവർ ഈ മുന്നണിയുടെ ഭാഗമായിരുന്നു. പക്ഷേ ഇത്തവണ എന്തുകൊണ്ട് തന്നെ ഒഴിവാക്കി എന്നതിന്റെ കാരണമാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് അസമിൽ വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. താൻ വിജയിച്ചു വരികയാണെങ്കിൽ 700 മദ്രസകൾ നിർമ്മിക്കുമെന്നുള്ള വാഗ്ദാനം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ വെളിപ്പെടുത്തൽ അത് മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികളിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. INDA എന്ന സഖ്യത്തിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്താത്തതിന് കാരണം തന്റെ മതപരമായ ഒരു ഐഡന്റിറ്റിയാണ് എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇത് അസമിലെ തെരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.